ഇതൊക്കെ ഏത് മരം മുട്ടയുടെ എടാ അവരാധിച്ച പൊണ്ടച്ചി പൂവ് മോനെ, നിന്റെ സാമാനത്തിന്റെ ഫോട്ടോ നിന്റെ പെണ്ണുമ്പളുടെ പൂട്ടിൽ അയച്ചു കൊടുക്കും. അതിന് എന്റെ വാട്സപ്പ് നിന്റെ അവന്റെ കുണ്ണങ്ങളുടെ ഫോട്ടോ ഇടാതെ പിടിച്ച് ബ്ലോക്ക് അടിക്കുന്നേ. ഓട് മൈര ഇവനെ ബ്ലോക്ക് അടിക്കട്ടെ, ബ്ലോക്ക് അടിക്കട്ടെ കേട്ടോ. വെയിറ്റ്, അവൻ്റെ അണ്ടി പൊട്ടി പിടിച്ചിട്ട് എൻ്റെ ഇതിപ്പോൾ എന്തോ ബ്ലോക്ക് പോ മൈര പോ, വില കഴിക്കും പോകും. ബ്ലോക്ക് അടിച്ചു. വാട്സപ്പിക്ക് ആവശ്യമുള്ള ഫോട്ടോസ് സെൻഡ് ചെയ്യണോ? വാട്സപ്പ് തുറക്കാൻ പറ്റൂലല്ലോ. വൃത്തിയായിട്ട് ഫോട്ടോടാ, ഇത്ര വലിയ കൊമ്പുള്ള സാധനം. കണ്ടാൽ തന്നെ അരയ്ക്കും. എനിക്ക് ഇഷ്ടമൊന്നുമില്ല. നമുക്ക് കുറച്ച് വൃത്തി വേണം. എന്താ പറയാ, കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് വരണ്ട. ഇതൊരു വൃത്തിയുടെ സാധനം. കാണുമ്പോഴേ അരയ്ക്കും. എനിക്കതൊന്നും ഇഷ്ടമല്ല. ഇതൊക്കെ എവിടെന്നോ ആശയമേർക്ക് നമുക്കൊരു ഇൻട്രസ്റ്റ് വരും. കാണുമ്പോൾ ഇത് അടിപൊളി സാധനമാണ് എന്തെങ്കിലും പറയുന്ന സാധനം വേണം. ഇതൊരു വക വൃത്തിയില്ലാത്തൊരു സാമാനം. ഇത്ര ഉണ്ട് സാധനം. നാളെ എനിക്ക് ലഹരിയായിരിക്കും. നല്ല രോമാഞ്ചം വരും. എന്നെ പൊന്നു കേട്ടാ, എന്നെ ഇപ്പൊ ആരും ട്രോളിലിന്റെ രോമത്തെ വെക്കൂല. ഞാൻ തുണിയില്ലാണ്ടൊന്നുമല്ല നിക്കണേ. ഇതിന് വലിയ വലിയ ആൾക്കാര് തുണിയില്ലാണ്ടൊക്കെ നടക്കുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അത്രേ ഉള്ളൂ. എന്തിനാ നമ്മൾ മറ്റുള്ളവരെ പേടിച്ചിട്ട് നമുക്ക് ഇതൊരു സമൂഹമാണ്. സമൂഹങ്ങൾ അങ്ങനെ പറയും. എത്ര ആൾക്കാർ സെക്സിനെ കുറിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു. എന്നോട് ഇവിടെ കമന്റിൽ ആൾക്കാർ ചോദിക്കുന്നു, ഞാൻ ഉത്തരം പറയുന്നു. അതേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാനായിട്ടൊന്നും പറയുന്നതല്ല. എന്നോട് വന്ന ആളുകൾ ചോദിക്കുന്നു, അതിനുള്ള മറുപടി ഞാൻ കൊടുക്കുന്നു. അതെടുത്തിട്ട് മൈനമാരടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. അവർക്ക് കാശ് കിട്ടും. ഇപ്പൊ എല്ലാ ആപ്പുകളിലും വരുമാനം കിട്ടുന്ന പരിപാടികൾ ഉണ്ടറിയോ? ടിക്ടോക്കിൽ മാത്രമല്ല, ഇൻസ്റ്റാഗ്രാമില് നല്ല വരുമാനം കിട്ടുന്നുണ്ട്, യൂട്യൂബിൽ വരുമാനം കിട്ടുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ ആപ്പുകൾ, ടാങ്ക് ആപ്പില്, അതേപോലെ ഇൻസ്റ്റാഗ്രാമില് പേഴ്സണലായിട്ട് എന്തായാലും പറയാ, കാശല്ലാണ്ട് അതിനെന്താ പറയാ, മില്യൺ കണക്കിന് ഡോളർ എന്നല്ലേ പറയാ, ഡോളർ ഉണ്ട് അങ്ങനെ പേഴ്സണലായിട്ട് ഇൻസ്റ്റാഗ്രാമില് ചാറ്റ്, അതിൽ സുൽത്താമ്പി ഒക്കെ ഉണ്ടല്ലോ, സുധിയുടെ പേരൊക്കെ ഉണ്ടല്ലോ, സുധിത്തമ്പി ഉണ്ട് അങ്ങനെ പേഴ്സണലായിട്ട് അവളുടെ അക്കൗണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു വലിയ വലിയ VIP ആയിരിക്കും. അവരൊക്കെ അങ്ങനെ ആർക്കും പുറത്തു പറയില്ല. VIPsകളാ. ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ട് അതിലൊരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് പിടിച്ച് നോക്കി ഇത്ര ഡോളേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ കോൾ സംസാരിക്കാന്ന്. പക്ഷെ അത്രയും വലിയ ഡോളറൊക്കെ ചിലവാക്കണമെങ്കിൽ അവൻ എന്തായാലും ഒരു VIP ആയിരിക്കും അല്ലേ? ആ VIPs എന്തായാലും ഒരു ലേഡി, ഇപ്പം ഞാനും അവനും സംസാരിക്കുന്നത് എന്തായാലും അവൻ പബ്ലിക് ആക്കില്ല. ആക്കുവോ? ഒരു വലിയ വലിയ ബിസിനസ്സുകാർ, വലിയ വലിയ VIPsകൾ അങ്ങനെ ആക്കുമോ? എനിക്ക് അതൊന്നും ഇഷ്ടമല്ല. ഞാനിങ്ങനെയാണെങ്കിലും എനിക്ക് ഈ പരസ്യമായിട്ട് എൻ്റെ ശരീരവയവങ്ങൾ എനിക്ക് മറ്റുള്ള ആളുകളെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണ്. ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. എനിക്കതിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ബാക്കിയൊക്കെ ഓക്കെയാണ്. എനിക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് എൻ്റെ ശരീരഭാവങ്ങൾ കഴുത്തിന് ഇപ്പുറത്തോട്ടേക്ക് നമ്മളിപ്പോൾ ലൈവ് ഇടുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കാണും. അതല്ലാതെ ഇവിടുന്ന് ഈ രണ്ടാമത്തെ ഇവിടുന്ന് ഇങ്ങോട്ട് ഞാൻ ഒരാളെ പരസ്യമായിട്ട് കാണിക്കില്ല. അത് ടിക്ടോക്കിലൊന്നുമല്ല, യൂട്യൂബിലൊന്നുമല്ല, അതേപോലെ തന്നെ ആര് ഫോൺ വിളിച്ചാലും ഇല്ല. എനിക്ക് എന്തോ അതിനോട് മാത്രം ഭയങ്കര വെറുപ്പാണ്. കാരണം എനിക്കിഷ്ടമല്ല എൻ്റെ ശരീരം മറ്റുള്ളവരുടെ മുന്നിൽ പബ്ലിക്കായിട്ട് കാണിക്കാൻ. എന്തിനാ മറ്റുള്ളവർക്ക് ശരിക്കും നമ്മൾ ഇട കൊടുക്കണം അല്ലേ? സത്യമല്ലേ ഷാഫ്റ്റാ? ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ കൂടെ കിടക്കുന്ന ആൾ മാത്രം കണ്ടാൽ മതിയെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ കൂടെ ആര് കിടക്കുന്നു അവന് മാത്രം കണ്ടാൽ മതിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത് അവിടെ കഴിഞ്ഞു. മനസ്സിലായോ? നമ്മുടെ കൂടെ ഇപ്പം ആര് കിടക്കുന്നോ ഞാനും അയാൾ മാത്രമേ കാണുന്നുള്ളൂ. പുറത്തേക്ക് മൂന്നാമതൊരാൾ കാണുന്നില്ല. എനിക്കതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് ഇച്ചിരി ഞാൻ വേറെ എന്തും തരുന്നുണ്ട്. പക്ഷെ അല്ലാണ്ട് ഈ ഒരു പരിപാടിക്ക് എനിക്ക് ഇഷ്ടമല്ല. അത് എനിക്ക് ചെറുപ്പം തൊട്ട് ഇഷ്ടമുള്ള പരിപാടിയാണ്. എൻ്റെ ശരീരത്ത് അനാവശ്യമില്ലാണ്ട് ഒരു പുരുഷ വന്ന് തുടർന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല.
മനസ്സിലായോ? ഇപ്പൊ ഒരു പുരുഷൻ നമ്മുടെ അടുത്ത് വരണമെങ്കിൽ അവൻ 10, 300, 400 ചിലപ്പോൾ തരും. അത് അവന്റെ കാര്യം കഴിഞ്ഞ് അവൻ പോയി, അത് മൂന്നാമത്തെ ഒരാൾ അറിയത്തില്ല. അങ്ങനെയാ അവരവരുടെ കാര്യം കഴിഞ്ഞ് പോകുന്നു. വീഡിയോ കോളൊക്കെ അങ്ങനെയാ? അല്ല, ഒരിക്കലും വീഡിയോ കോൾ തന്നെ അതൊക്കെ ലീക്കായി പോകും. അത് എത്തുന്നിടത്ത് എത്തും. ലാസ്റ്റ് അത് സോഷ്യൽ മീഡിയയിൽ വൈറലാവും. ലാസ്റ്റ് അത് ആത്മഹത്യയിലേക്ക് നമ്മൾ പോകും. എന്തിനാ പണിക്ക് പോകുന്നത്? ഞാൻ എല്ലാം തെറിയും പറയും, എല്ലാം പറയും. പക്ഷെ ഈ ഒരു പരിപാടിക്ക് എനിക്കില്ല. അതെന്താന്ന് എനിക്കറിയില്ല. ഇതിനോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഇങ്ങനെ ഒരുപാട് ആളുകളോട് ചാറ്റ് ചെയ്യാനും താല്പര്യം. എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇഷ്ടം തോന്നിയവരോട് മാത്രമേ ഞാൻ ചാറ്റുള്ളൂ. ആരാ മരിച്ചത് അങ്ങനെ കേൾക്കുന്നു. ഏതോ ഒരു പെണ്ണ് അങ്ങനെ മരിച്ചില്ലേ? ഒരു ചെറുക്കൻ്റെ ഒരു പെണ്ണ് പബ്ലിക്കായിട്ട് സെക്സ് ചെയ്തിട്ട് ഈ ഇടയ്ക്കോ ആരോ ഒരു ലേഡി ഒരു ചെറുക്കനും പെണ്ണും സെക്സ് ചെയ്തിട്ട് ഫേസ് ഫുള്ളും പെണ്ണിൻ്റെ ഫേസ് പെണ്ണിൻ്റെ ശരീരഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. താഴത്തെ സാധനം ഈ 2 സാധനം എല്ലാം പച്ചയ്ക്ക് ആ ചെക്കൻ കാണിച്ചിട്ട് അവർ ആ ചെറുക്കനും പെണ്ണും സെക്സ് ചെയ്യണമെന്നൊക്കെ വൈറലായല്ലോ. എന്താ അല്ലേ ആ പെണ്ണ് ചെയ്യണതും ആ പെണ്ണ് കണ്ണു പൊത്തുന്നു, ആ പെണ്ണ് ചിരിക്കണമെന്നും ആ പെണ്ണിന്റെ വികാരങ്ങളും മൊത്തം തീരാറായി. മൊത്തം ആ ചെറുക്കനെ വിശ്വസിച്ച ആ പെണ്ണ് മൊത്തം ആ ചെക്കൻ വൈറലാക്കി ലോകമെമ്പാടും എത്തിയില്ല. എൻ്റെ ഫോണിലെത്തി അവരുടെ വീഡിയോ. പക്ഷെ നല്ല അടിപൊളി തുളസി, അതും നല്ല അടിപൊളി പെങ്കൊച്ച്, നല്ല ഭംഗിയുള്ള പെണ്ണ്. ആ ചെറുക്കൻ നല്ല കാശുകാരനാന്ന് തോന്നുന്നു. പെണ്ണ് നല്ല പെണ്ണല്ലേ. ഓരോ പെണ്ണുങ്ങള് ജനിക്കണതേ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഓരോ പുറംപാല് കാരണം പെണ്ണുങ്ങളൊക്കെ ആത്മഹത്യ ചെയ്യാം. ഒരിക്കലും നമ്മൾ നന്ദിയേട് കാണിക്കരുത്. എന്നാ ആ പെണ്ണ് തൂങ്ങി എങ്ങനെ ചേച്ചി മരിച്ചേ? അയ്യോ, ഞാൻ ആ പെണ്ണിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ട്. എനിക്ക് ആ പെണ്ണെ കാണുമ്പോൾ എനിക്ക് പാവം തോന്നുന്നു. എന്ത് നല്ല ഭംഗി, ഒരു നാടൻ കുട്ടി, നാടൻ ശൈലി, നല്ല ഇച്ചിരി കറുത്തട്ടൊക്കെ ആണെങ്കിലും അതിനെ കാണാൻ നല്ലൊരു നാടൻ ശൈലിയായിരുന്നു ആ പെൺകുട്ടീനെ. എന്ത് ചെയ്യാനല്ലേ? അയ്യോ ചേച്ചി, ഇതെന്താ പറയണ, ഫുള്ള് സെക്സ് വീഡിയോ പെണ്ണിന്റെ. ഒരു ചെറുക്കൻ ഇങ്ങനെയുള്ള മൈനമല വെട്ടിക്കൊല്ലണം ഞാൻ പറയണേ. ബിജി ഹെയർ ഫുൾ അഴിച്ചിടും. ഞാൻ ഫുള്ള് ഹെയർ അഴിച്ചിടണം, മുടി വെട്ടണം. യൂസറേട്ടാ എൻ്റെ ഉണ്ട് ആ പെണ്ണിന്റെ ഫോട്ടോ. വൃത്തിയായിട്ട മയില് പെണ്ണുങ്ങൾ ഊമ്പിക്കുന്നവൻ. എന്തിനാല്ലേ ഇവരൊക്കെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നേ അല്ലേ? എല്ലാ ആളുകളും കണക്കായ ഒരുപാട് പെണ്ണുങ്ങളെ പ്രേമിക്കും. എനിക്ക് ഒന്നാമത് ഈ വായ നോക്കികളെ എനിക്ക് ഇഷ്ടമല്ല, അറിയോ? നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരാളെ സ്നേഹിക്കുക, രണ്ടാമത് ഒരാളെ സ്നേഹിക്കാം. ഈ പല പല സ്ത്രീകളെ സ്നേഹിക്കുക,